നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല. തൊഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളയെയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും. കൃത്യം 10 മണിക്ക് ശ്യാമളയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാറുമായിട്ട് വാസുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളും. പിന്നെ 15 രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസർ റെഡിയായി നിൽക്കണം. ഏത് സമയത്ത് മുത്തശ്ശി ഹോസ്പിറ്റലാ. നീ ഇതെവിടെ പോയി കിടക്കുക? അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യൂട്രസ് കംപ്ലൈന്റ്, ആസ്മ, അങ്ങനെ 100 രോഗമല്ലേ. നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? മോനെ എന്താ അമ്മേ? തീരെ വയ്യ മോനെ. തൊണ്ട വരണ്ടിട്ട് വയ്യ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും. നീ ഫ്ലാസ്കും എടുത്തേ. പെട്ടെന്ന് കുറച്ച് കാപ്പി വഞ്ചിട്ട് വരാം. ഇതെന്താ ഇവിടെ? അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു രോഗി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. കാപ്പി വാങ്ങാൻ പോകുമ്പോ ദാ ഇപ്പൊ ലതയെ കണ്ടു. സർപ്രൈസ് ഇല്ലേ? അല്ല, വല്ല ഇലക്ഷൻ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. കൊള്ളാലോ. ഇതെന്താ രണ്ടുപേരും? ഓ, പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ. ബീച്ച്, പാർക്ക്, ഇപ്പൊ ഹോസ്പിറ്റൽ. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നല്ല പ്രൈവസി അല്ലേ? അയ്യോ അതല്ല, ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ? അത് ഈ കയ്യിലൊരു ഫ്ലാസ്കുമായിട്ട്. കുന്തുവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരും ഉണ്ടത്രേ. ഏത് വാർഡിൽ? ജനറൽ വാർഡില്ല, എ ബ്ലോക്കിൽ. എന്റെ വാർഡാണല്ലോ അത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകിയം വേണോ? അതെ. ഓ, ഷീസ് മൈ പേഷ്യന്റ്. കുന്തുവിന്റെ ആരാ? എന്റെ അകന്ന ബന്ധത്തിൽ ആരോ ആണത്രേ. വലിയ ജനസേവകനാ. നടക്കട്ടെ നടക്കട്ടെ. ആ, ഹലോ സെവന്റ്. സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം. ഓക്കെ? സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു. വേണ്ടായിരുന്നു. കാപ്പി. പിന്നെ ഇട്ടണതിന് മുമ്പ് നീ പൊക്കോ. അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നോളാം. മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഒരു അബദ്ധം പറ്റി, തിരുത്തണം. അങ്ങനെയാണെങ്കിൽ എലിസബത്തും മിസ്സിസ് മേനോനും കെണിയല്ലോ. വേണ്ട, ഇവിടുത്തെ ആഹ്ലാദത്തിനിർപ്പിൽ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട. ഡോക്ടർ വന്നിരുന്നു. ഒപ്പം ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. മോനെ ചോദിച്ചു. അകന്ന ബന്ധത്തിൽ ആരോന്നാ പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ തിരുത്തിയിട്ടില്ല. അമ്മ കാരണം എന്റെ മോനൊന്നും നഷ്ടമാവരുത്. അമ്മേ, ഞാനത് പറഞ്ഞു വന്നപ്പോ ശരിക്കും ഉദ്ദേശം വെച്ചാ ഞാൻ എന്റെ രോഗികളോട് അപ്പോൾ ഒന്ന് പുറത്തു പോണം. ഹലോ, നിങ്ങളോടുകൂടിയാ പറഞ്ഞേ ഒന്ന് പുറത്തു പോകാൻ. അനന്താ, ഇപ്പഴാ വിവരം അറിഞ്ഞത്. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാ? ഡോക്ടർമാര് പരിശോധിക്കുക. നീ കളിയാക്കാറുള്ളത് പോലെ ഒടുവിൽ തീർത്തും ഞാൻ കോമാളിയായി. എന്തായി പറയണേ? അമ്മയ്ക്കൊന്നും പറ്റില്ലടാ. നീ സമാധാനായിട്ടിരിക്കേ. വാ, നമുക്ക് അമ്മയെ കാണാലോ. അമ്മേ, അമ്മേ, അച്ചൂട്ടി വന്നിരിക്കണമേ. അമ്മേ, ആരാ അത്? മോന.
അമ്മയാ, എന്റെ അമ്മ. ഉറങ്ങിക്കോട്ടെ. തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തിരിക്കുക. ഉറങ്ങിക്കോട്ടെ. വാ. ഇനി നീ പൊക്കോ. നാളെ കാലത്ത് അവരോടൊക്കെ രജിസ്റ്റർ ഓഫീസിൽ എത്താന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം മതി. നീ പൊക്കോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ വരാം. അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കണം. അമ്മ നിന്നെ അനുഗ്രഹിക്കും, എന്നെ ശപിച്ചാലും. ഛേ, എന്താടാ ഇത്? അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരി. എടാ, ആ, നേരം എത്രയെന്നറിയോ? അയ്യോ. അമ്മ ഉണർന്നോ? വാ. അമ്മേ, 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 അമ്മേ. സിസ്റ്റർ, അമ്മ. എന്തു പറ്റി? സിസ്റ്റർ, ഡോക്ടർ, ഡോക്ടർ. അമ്മേ, അമ്മേ, അച്ഛൻ. രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. നീ പൊക്കോ. ഇങ്ങനൊരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം? ഏതായാലും ഞാൻ വാസോട്ടൊന്ന് ഫോൺ ചെയ്ത് വരാം. എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല. ഉം. ഹായ് കുന്ദൻ. ഇതെന്താ ഇവിടെ? കുന്ദൻ കുന്തം പോലെ നിൽക്കണേ. ഓടി. നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ മറന്നു. ഞാൻ എന്റെ അമ്മയെ വരെ തള്ളി പറഞ്ഞു. അറിയൂ, അതിനകത്ത് മരണവുമായി മല്ലടിക്കണം എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിയാ? എന്താ അത്? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? ഇങ്ങോട്ട് വരിക. അങ്ങാടി തോറ്റൻ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയോട് തോറ്റൻ അങ്ങാടിക്കാരോടായോ? ചേട്ടാ, കുട്ടി പോയിക്കോളും. ചില സമയങ്ങളിൽ ഇവൻ ഇങ്ങനെയാ. എന്ത് പറ്റിയടാ? ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? ഒന്നും പറ്റില്ല, ദൈവം രക്ഷിക്കും. പെട്ടെന്ന് 2 ബോട്ടിൽ ബ്ലഡ് വേണം. ഓ പോസിറ്റീവ്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ആ നിർത്ത്. അച്ചൂട്ടി, ഒന്ന് വേഗം ഇറങ്ങ. അയ്യോ, ഇതെന്താ കയ്യില് ചോരയൊക്കെ ആയിട്ട്? ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നം. നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. ഏത് നിമിഷം അവരോട് എത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ. ബാക്കിക്കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, മടി. ഒന്ന് വേഗം ചെല്ല്. ആകെ പ്രശ്ന. നീ എങ്ങോട്ടാ പോന്നെ? പോണം. വാ. അമ്മ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അവിടെ വച്ചെങ്കിലും എനിക്ക് അമ്മയോട് മാപ്പ് പറയണം. ഇതെന്താ ചോരയും പെണ്ണുമായിട്ട്? കൂട്ടുകാരാ, ഈ ചോര ഇവിടെ നിന്ന് ചോർച്ച ഇതൊന്ന് പിടിച്ചേ, ഇത്തിരി പ്രശ്നത്തിലാ. വാ. ശ്യാമള, നീ എവിടെ? പോയി നിൽക്കുന്നെ. വാ. എന്തിനാ ഓടണേ? ഒന്ന് മാറി. എന്താ ഓട്ടം? മാഷെ ചോര ഒന്ന് പിടിച്ചേ. എന്തോ ഒരു ബ്ലഡ് ചോര എനിക്ക് അലർജിയാണ്. ഒന്ന് പിടിച്ചേ. ഇപ്പൊ വരാമേ. ഒരുത്തരെങ്കിലും കൊല്ലിട്ടു. അവനെ നിങ്ങൾ ഇവിടെ നിൽക്കും. ഗേറ്റിലെന്ത് അയ്യോ,
ഇങ്ങോട്ട് മാറിക്കണം. അയ്യോ കൂട്ടുകാരാ കേട്ടോ. ആരാത്? ഭാര്യ ഭാര്യ ഭാര്യ? അപ്പൊ എപ്പോഴേ കല്യാണം കഴിഞ്ഞ്? ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇത്ര പെട്ടെന്ന് ഇതോ? ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ മാസ്റ്റർ? എപ്പോഴാ യാതാമൂലം പറയാൻ പറ്റുമോ? ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ. കമ്പ്യൂട്ടർ യുഗോ? എന്തൊരു മറിമായോ, എന്തൊരു ലോകം ഇത്! ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞോ? അവിടെ പോയി. അയ്യോ ഓടി വാ, ഓടി വാ. ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി അങ്ങ് രക്ഷപ്പെടാം. അയ്യോ ശവത്തിനപ്പോ? ആ ഇനിയിപ്പോ ശവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതെ, രക്ഷകനായ ശവം. ശവളെ വേഗം ഇറങ്ങി വാ, പെട്ടെന്ന്. ശവളെ ഓടിക്കോ, ഓടിക്കും. തന്റെ കളി ഇന്ന് ഞാൻ എന്താ പ്രശ്നം? എന്താ ഇതാണോ പ്രശ്നം? വലത് വലത് എടുത്ത് അടി. നിരായുധനാണല്ലേ? അതെ. പിടിച്ചില്ല അമ്മച്ചിരെ വാളെ ആക്കി ഞാനാണ് ഇട്ടാൽ അത് നടന്ന് വിട്ടാൽ കളവന്നിന്റെ തലയിൽ നിന്ന് അടിച്ചു ഉടക്കി ഞാൻ അത് മറന്ന് വിട്ടാൽ
ഇക്കുറിയിൽ ചത്തില്ല. അയ്യോ 20 അടി ഉയരത്തുനിന്ന് ചാടിയ ചാവൂന്ന് ആരാ പറഞ്ഞത്? അമ്മ ബോധം വന്നയുടൻ അന്വേഷിച്ചത് മോനെയാ. ആ പതുക്കെ, കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല. ദാ അമ്മയുടെ മോൻ. എടീ, ഇവിടെ വേണ്ട, രോഗിയുടെ മുമ്പ് വെച്ച് കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. ഗൾഫിലോട്ട് പറക്കുമ്പോ ബോംബെ എന്നൊരു പട്ടണം കണ്ടിട്ടുണ്ടോ? ആ ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടേയായിരുന്നു ഞാൻ. 2 പേരെ തട്ടിയിട്ടുണ്ട്. ജാതകത്തിൽ 3 പേരെ തട്ടുന്നുള്ളത്. അതിൽ ആരെ വേണമെന്നുള്ളത് അമ്മാവന്റെ മരുമാനും കൂടി തീരുമാനിച്ചോ? ഹാർട്ട് അറ്റാക്കിൽ ചാകാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം? ആ. എങ്കിലെന്റെ പ്രിയപ്പെട്ട കോന്തുണ്ണി അമ്മാവൻ ആ സ്വർണ്ണപ്പല്ല് ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക്. സ്വർണ്ണപ്പല്ലും സ്വർണ്ണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു വെക്കോട്ടെ. ഉടനെ സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. അതെ. വാസുവേട്ടന് വേണ്ടി ഞാനാ പറയണേ. പോടാ, യ്യോ. bloody rascal. ഇങ്ങ് വന്നേ. ഇനി മോളുടെ വലത് കൈ ഇവന്റെ വലത് കൈയിലേക്ക് വെച്ചോട്. ഏതാടേ ഓളതിന്റെ വലത് കൈ? ദാ സർവം ക്ഷമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും